ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂലൈ 13 വിശുദ്ധ ഹെൻറി ദ്വിതീയൻ ചക്രവർത്തിയുടെ തിരുനാൾ. ഭക്തനും മുടന്തനുമെന്നുകൂടി അറിയപ്പെടുന്ന ഹെൻറി ദ്വിതീയൻ ബവേറിയാസ് ഹെൻറി രാജാവിൻ്റെ മകനാണ്. ബിഷപ്പ് വിശുദ്ധ വുൾഫ് ഗാത്തിന്റെ ശിക്ഷണത്തിൽ ഹെൻറിക്ക് ഉത്തമ ക്രിസ്തീയ വിശ്വാസം ലഭിച്ചു. 1002 ഹെൻറി ജർമ്മനിയുടെ രാജാവും വിശുദ്ധ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയുമായി. ദൈവത്തിന്റെ മഹത്വവും തിരുസഭയുടെ പുകഴ്ചയും ജനങ്ങളുടെ വിശുദ്ധിയും സമാധാനവും അദ്ദേഹം സദാ ലക്ഷ്യം വച്ചു. വിവേകപൂർവകമായ ധീരതയും കാരുണ്യവും വഴി രക്തം ചിന്താതെ പല കലഹങ്ങളും അവസാനിപ്പിച്ചു പോന്നു. ജനങ്ങളുടെ രക്ഷ ആവശ്യപ്പെട്ടിരുന്നപ്പോൾ മാത്രം രാജാവ് യുദ്ധം ചെയ്തു. 8ാം ബെനഡിക്റ്റ് മാർപ്പാപ്പ 1014 ഹെൻറിക്ക് ചക്രവർത്തിക്ക് കിരീടം നൽകി. റോമയുടെ ഭരണാധികാരം പല ചക്രവർത്തിമാരും ചെയ്തിട്ടുള്ളതുപോലെ അദ്ദേഹവും മാർപ്പാപ്പയ്ക്ക് വിട്ടുകൊടുത്തു. ചക്രവർത്തി ഒരു സ്ഥലത്ത് പോയാൽ അവിടെ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി സ്ഥാപിച്ചിരുന്ന കപ്പേളകളിൽ പ്രാർത്ഥിച്ചിരുന്നു. സെന്റ് മേരി മേജർ ദേവാലയത്തിൽ വെച്ച് ഈശോ ദിവ്യബലി അർപ്പിക്കുന്ന ഒരു ദർശനം ഉണ്ടായിട്ടുണ്ടത്രേ. വിശുദ്ധ ലോറൻസ് 6ാം പട്ടക്കാരനും വിശുദ്ധ വിൻസെന്റ് 5ാം പട്ടക്കാരനും ആയിരുന്നു. സുവിശേഷ വായനയ്ക്ക് ശേഷം സുവിശേഷ ഗ്രന്ഥം ചുംബിക്കാൻ ചക്രവർത്തിക്ക് നൽകുകയുണ്ടായി. അവിടെ വച്ച് ഒരു മാലാഖ തുടയിൽ പതുക്കെ തൊട്ടുകൊണ്ട് പറഞ്ഞു, നിന്റെ വിരക്തിക്കും നീതിക്കും സമ്മാനമായി ഇത് സ്വീകരിക്കുക. അതിനുശേഷം ചക്രവർത്തി മുടന്തനായി കാണപ്പെട്ടു. പിന്നീട് വിരക്തിക്കെതിരെ പരീക്ഷകൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. വിവാഹം കഴിച്ചുവെങ്കിലും കന്യാത്വത്തിന് ഭംഗം വരുത്തിയില്ല. വൈദിക ബ്രഹ്മചര്യത്തെ അദ്ദേഹം നിർബന്ധിതമാക്കി. 1024 തൻ്റെ 52ാമത്തെ വയസ്സിൽ ഹെൻറി ആത്മാവിനെ വിശുദ്ധമാക്കി ദൈവ തൃക്കരങ്ങളിൽ സമർപ്പിച്ചു. 1147 അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. വിശുദ്ധ ഹെൻറി ദ്വിതീയൻ പാപ്പ ഞങ്ങൾക്കും തിരുസഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.